ഗാസയുടെ മാപ്പാണ്. ഗാസയ്ക്കുള്ളിൽ കാണുന്ന നീല വരയിലാണ് നിലവിൽ ഇസ്രയേലി സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇസ്രയേലി സേന മഞ്ഞ വര ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് മാറും എന്നാണ് ധാരണ. രണ്ടാം ഘട്ടമായി ചുമന്ന വര ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഇസ്രയേലി സേന പിന്മാറും. കരാറിന്റെ മൂന്നാം ഘട്ടമായി ഗാസയ്ക്ക് ചുറ്റും ഒരു സുരക്ഷാ ബഫർ സോൺ സ്ഥാപിച്ച് അതിലേക്ക് സേന മാറും എന്നാണ് ധാരണ. അതായത് ഈ രീതിയിൽ ഘട്ടം ഘട്ടമായി ഇസ്രയേലി സേന ഗാസയിൽ നിന്ന് പിൻവാങ്ങും എന്നാണ് ഇസ്രയേലും ഹമാസും അംഗീകരിച്ചിരിക്കുന്ന ഗാസ സമാധാന കരാറിന്റെ ഒരു സുപ്രധാന തീരുമാനം. കരാറിന്റെ ആദ്യഘട്ടം ഹമാസും ഇസ്രയേലും അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോഴും ആശങ്കകൾ പലതാണ്. ഇപ്പോഴും അതിസങ്കീർണമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നൂൽപ്പാലത്തിലാണ് കരാർ എന്ന് പറഞ്ഞത്. ആ നൂൽപ്പാലം കടന്ന് ശാശ്വതമായ സമാധാനത്തിലേക്ക് ഇനിയെങ്കിലും ഗാസ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും ഇസ്രയേൽ ചതിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സമാധാന കരാറിനെ കുറിച്ച് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്.